Hello, my dear students. I am Sapna Shaji, Assistant Professor, Department of Commerce, Self, Nirmala College, മൂവാറ്റുപുഴ. നമ്മൾ ഓൾറെഡി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ രണ്ട് മെത്തേഡ്സ് കണ്ടു കഴിഞ്ഞിരുന്നു കാൾ പി എസ് എസിൻ്റെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഡീവിയേഷൻസ് ആർ ടേക്കൻ ഫ്രം അസ്യൂംഡ് മീൻ ആണ്. അപ്പോൾ നമുക്ക് നമ്മളെടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ആക്ച്വൽ മീൻ എടുക്കുമ്പോൾ നമുക്കൊരു പോയിൻറ്റഡ് ഫിഗറോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ നമുക്കൊരു പോയിൻറ്റഡ് ഫിഗറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ അസ്യൂംഡ് മീൻ മെത്തേഡും ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. നമുക്ക് ഡയറക്റ്റായിട്ട് ആ പ്രോബ്ലത്തിലേക്ക് തന്നെ വരാം. ഫൈൻഡ് ദ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് എക്സും വൈയും നേരിട്ട് തന്നിട്ടുണ്ട്. കമ്പ്യൂട്ടേഷൻ ഓഫ് കാൾ പി എസ് എൻസ് കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ നമുക്ക് നോക്കാം. ഇവിടെയുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് സെയിൽസ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. സെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ് നേരെ എഴുതുന്നു, വൈയും നേരിട്ട് എഴുതുന്നു. എക്സിൻ്റെ ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് 125 ആണ് വരുന്നത്. ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കുവാണെങ്കിൽ 8 എണ്ണം ഉണ്ടെന്ന് മനസ്സിലാകും. അപ്പം 125 ദാറ്റ് ഈസ് സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ചെയ്യുമ്പോൾ നമുക്ക് 15.625 ആണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പോയിൻറ്റഡ് ഫിഗറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇവിടെ സിഗ്മ വൈ നോക്കിയാൽ തന്നെ മനസ്സിലാകും 337 വരുന്നത്. അവിടെയും നമ്മൾ ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ ഒരു പോയിൻറ്റഡ് ഫിഗറിലേക്കാണ് പോകുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എക്സിലെ ഏതെങ്കിലും ഒരു ഫിഗർ മീൻ വാല്യൂ ആയിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ അവർ 16 എന്നുള്ള ഈ ഒരു വാല്യൂ ആണ് മീനായിട്ട് അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് 16 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ കിട്ടുന്ന ഫിഗറിനെയാണ് നമ്മൾ ഡി എക്സ് എന്ന് നെയിം ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ 10 മൈനസ് 16, 12 മൈനസ് 16, 18 മൈനസ് 16 അങ്ങനെ ഓരോന്നിൽ നിന്നും 16 കുറയ്ക്കുന്നു, അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. അപ്പോൾ സിഗ്മ ഡി എക്സ് കിട്ടും. ഇനി അതിനെ സ്ക്വയർ ചെയ്യുന്നു. 6 ഇൻറ്റു 6 36, 4 ഇൻറ്റു 4 16. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ കിട്ടും. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് സിഗ്മ ഡി എക്സ് സ്ക്വയർ കിട്ടും. അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ സിഗ്മ ഡി എക്സ് സ്ക്വയർ കിട്ടും. അങ്ങനെ 71. വൈയും ഇതുപോലെ തന്നെ ഇവരിവിടെ 42 എന്നുള്ള ഫിഗറിനെ അസ്യൂംഡ് മീനായിട്ട് എടുത്തിരിക്കുന്നു. അപ്പം വൈ മൈനസ് 42, അപ്പം 30 മൈനസ് 42, 35 മൈനസ് 42, 45 മൈനസ് 42 അങ്ങനെ ഓരോന്നും ചെയ്തു. അതിൻ്റെ ടോട്ടൽ എടുത്തപ്പോൾ നമുക്ക് സിഗ്മ ഡി വൈ കിട്ടി. അതിൻ്റെ സ്ക്വയർ 12 ഇൻറ്റു 12 144, 7 ഇൻറ്റു 7 49 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡി വൈ സ്ക്വയറും കിട്ടി. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മ ഡി വൈ സ്ക്വയർ കിട്ടി 283. ഇനി ഡി എക്സ് ഡി വൈ എന്ന് പറയുമ്പോഴത്തേക്കും ഡി എക്സ് ഏതാണ്? 6 ഡി വൈ മൈനസ് 12 ആണ്. അപ്പോൾ 6 ഇൻറ്റു 12 2 മൈനസ് ആകുമ്പോൾ പോസിറ്റീവ് ആവുമല്ലോ 72. ദെൻ 4 ഇൻറ്റു 7 28 എല്ലാം കൂടെ കൂട്ടി സിഗ്മ ഡി എക്സ് ഡി വൈയും കിട്ടി 138. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാം. ആർ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് ഡി വൈ മൈനസ് സിഗ്മ ഡി എക്സ് ഇൻറ്റു സിഗ്മ ഡി വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ ഡി എക്സ് ദി ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ മൈനസ് സിഗ്മ ഡി വൈ ദി ഹോൾ സ്ക്വയർ. ഇവിടെ എൻ എന്ന് പറയുന്നത് 8 ആണെന്ന് സംശയമില്ലല്ലോ. ദെൻ സിഗ്മ ഡി എക്സ് ഡി വൈ. അപ്പോൾ സിഗ്മ ഡി എക്സ് ഡി വൈയിലേക്ക് ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് 138 മൈനസ് സിഗ്മ ഡി എക്സ് അത് നമുക്കറിയാം -3 ആണല്ലേ. അപ്പം നമ്മൾ കൊടുക്കുന്നു -3 ഇൻറ്റു സിഗ്മ ഡി വൈ എന്ന് പറയുന്നത് 1 ആണ്. -3 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ 8 സിഗ്മ ഡി എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 71. അപ്പോൾ 71 മൈനസ് സിഗ്മ ഡി എക്സ് ദി ഹോൾ സ്ക്വയർ. സിഗ്മ ഡി എക്സ് എന്ന് പറയുന്നത് -3 അപ്പോൾ അതിൻ്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത് കേട്ടോ. അതാണ് നിങ്ങൾ മിക്കവാറും തെറ്റിക്കുന്ന ഒരു ഏരിയ. ഇൻറ്റു റൂട്ട് ഓഫ് എൻ 8 തന്നെ ഇൻറ്റു സിഗ്മ ഡി വൈ സ്ക്വയർ എന്ന് പറയുമ്പോഴത്തേക്കും 283 മൈനസ് സിഗ്മ ഡി വൈ 1 അല്ലേ, 1ൻ്റെ സ്ക്വയർ. എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്നു. 3 ഇൻറ്റു 1 -3 തന്നെ വരും അല്ലേ, 1104 വരും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ ഇവിടെ 8 ഇൻറ്റു 71 ചെയ്യുമ്പോൾ 568, 3ൻ്റെ സ്ക്വയർ 9. 8 ഇൻറ്റു 283 ചെയ്യുമ്പോൾ 2264, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അങ്ങനെയാണെങ്കിൽ -3 വരുമ്പോഴത്തേക്കും +3 ആയി. 1104 + 3 ഡിവൈഡ് ബൈ മൈനസ് ചെയ്യുന്നു. 568 -9 559, 2264 -1 2263. എന്നിട്ട് നമ്മൾ 559ൻ്റെ റൂട്ട് എടുക്കുന്നു, 2263ൻ്റെ റൂട്ട് എടുക്കുന്നു. അപ്പോൾ 1107 ഡിവൈഡ് ബൈ 23.643 47.571 വരും. 1107 ഡിവൈഡ് ബൈ 1124.72 0.984.
നമുക്ക് പോസിറ്റീവ് ഫിഗറാണ് കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോത്ത് വേരിയബിൾസ് തമ്മിൽ പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോസും ഉടനെ ഇടുന്നതാണ്. അതുവരെ കീപ് വാച്ചിങ്. ബൈ ബൈ.